മിലിറ്ററി എക്യുപ്മെന്റ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യം 54,000 കോടി രൂപ ചെലവഴിക്കാൻ പോകുന്നു കേൾക്കുന്നു. അതെ, ശരിയാണ്. മിലിറ്ററി എക്യുപ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർക്കും തോക്കുകളോ ബോംബുകളോ അങ്ങനെയൊക്കെ ആണ്. അങ്ങനെയല്ല, തോക്കുകളും ബോംബുകളും ഒക്കെ ഇപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ലോകത്ത് പല രാജ്യത്തിനും കൊടുക്കുന്നുണ്ട്. ഇസ്രായേലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആയുധങ്ങളാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ. മെയ്ഡ് ഇൻ ഇന്ത്യയുടെ മിസൈലിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചു. ഗാസയിൽ വീണ മിസൈലിലൊക്കെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ വളരെ പെട്ടെന്ന് ഡിഫൻസ് അക്വിസിഷൻ കമ്മിറ്റി കൗൺസിലുണ്ട്. ആ കൗൺസിൽ കൂടിയിട്ട് അതിൻ്റെ അധ്യക്ഷൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ്. രാജ്നാഥ് സിംഗിൻ്റെ അധ്യക്ഷതയിൽ ചേർന്നിട്ട് വളരെ പെട്ടെന്ന് 54,000 കോടി സാങ്ഷൻ ചെയ്തു. 54,000 കോടി സാങ്ഷൻ ചെയ്തു എന്ന് പറയുന്നത് ആർമിക്കും എയർഫോഴ്സിനും വേണ്ടിയിട്ടാണ്. വളരെ ഒരു സവിശേഷമായി തോന്നിയത്, വളരെ പെട്ടെന്ന് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ കൂടിയിട്ട് 54,000 കോടിയുടെ ആയുധങ്ങളല്ല, മെറ്റീരിയൽസ്, ഡിഫൻസ് മെറ്റീരിയൽസ് വാങ്ങാൻ തീരുമാനിച്ചു. ഇത് ആയുധമൊന്നുമല്ല. അതാണ് അതിൻ്റെ കൗതുകം. അപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നിയത്, നമ്മൾ ഉപയോഗിക്കുന്ന ടാങ്കുകളുണ്ടല്ലോ, പാറ്റൻ ടാങ്കുകൾ, യുദ്ധത്തിനുള്ള ആർമി ടാങ്കുകൾ എന്ന് പറഞ്ഞാൽ കവചിത വാഹനങ്ങളാണ്. അതാണ് ഒരു യുദ്ധത്തിൽ കരസേനയുടെ വിജയം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നിർണായകമായ പങ്കെന്ന് പറഞ്ഞാൽ കവചിത വാഹനങ്ങളായ ടാങ്കുകളുടെ മുന്നേറ്റവും അതിൻ്റെ എണ്ണവുമാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടാങ്കുകൾ നമുക്ക് അർജുൻ പോലെയുള്ള നമ്മുടെ സ്വന്തം ടാങ്കുകൾ ഉണ്ടെങ്കിൽ കൂടിയും നമ്മൾ റഷ്യയുടെ T-90, T-72 തുടങ്ങിയ ടാങ്കുകളാണ് നമുക്ക് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ കാലം മുതലേ റഷ്യ ഉപയോഗിക്കുന്നതാണ് T-72 ടാങ്കുകൾ. അതിൻ്റെ അപ്ഗ്രേഡഡ് വെർഷനാണ് T-90. ഇത് രണ്ടും നമ്മുടെ കയ്യിലുണ്ട്. ഈ രണ്ട് ടാങ്കുകളും ലോകത്ത് തന്നെ പല യുദ്ധങ്ങളിൽ അവയുടെ കഴിവ് തെളിയിച്ച ലോകത്തിലെ ഏറ്റവും മികച്ച ടാങ്കുകളാണ് T-72, T-90. അപ്പോൾ നമ്മൾ റഷ്യയിൽ നിന്ന് ഒരുപാട് വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ കരസേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശേഷി എന്ന് പറയുന്നത് ഈ T-72, 90 ടാങ്കുകളാണ്. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഇന്നലെ തീരുമാനിച്ചിരിക്കുന്നത് ഈ രണ്ട് ടാങ്കുകളുടെയും എൻജിൻ പവർ കൂട്ടണം. ഇപ്പോൾ T-90 ടാങ്കുകൾക്ക് 1000 കുതിരശക്തിയാണുള്ളത്, ഹോഴ്സ് പവർ എന്ന് പറയുമല്ലോ, അതിൻ്റെ കരുത്ത്. അപ്പോൾ കരുത്ത് കൂട്ടുക. അപ്പോൾ അതുപോലെ T-72ന് 840 ഹോഴ്സ് പവറാണ് ഉള്ളത്. റഷ്യയിലെ ഉറൽ വാഗൺ സാവോസ് ഹെവി വെഹിക്കിൾസിലാണ് ഈ ടാങ്കുകൾ നിർമ്മിക്കുന്നത്. അപ്പോൾ നമ്മൾ റഷ്യയുമായിട്ടുണ്ടായ നമ്മുടെ കരാറനുസരിച്ച് ടാങ്കുകൾ മാത്രമല്ല, അതിൻ്റെ സാങ്കേതിക വിദ്യയും നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ അത് മോഡേണൈസ് ചെയ്യാൻ, നമ്മളിപ്പോൾ റഷ്യയിൽ നിന്നൊരു ടാങ്ക് വാങ്ങിയാൽ അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്നൊരു സാധനം വാങ്ങിയാൽ നമ്മൾ അതുപടി ഉപയോഗിക്കില്ല. നമ്മളെന്ത് ചെയ്യും? നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ, നമ്മുടെ DRDO ഈ കിട്ടുന്ന സാധനം എടുത്തിട്ട് ഒന്ന് അഴിച്ചു പണിയും. പണിതിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അതിന് എക്സ്ട്രാ പിടിപ്പിച്ചിട്ട് നമ്മൾ മിഗ് കൊണ്ടാണ് F-16 അടിച്ചിട്ടത്, അല്ലേ? MiG-21 ഉപയോഗിച്ചിട്ടാണ്. 21 തന്നെയാണ്. 21 കൊണ്ട് അത് മിഗിനേക്കാൾ എത്രയും മികച്ച അപ്ഗ്രേഡഡ് ഫൈറ്ററാണ് അമേരിക്കയുടെ F-16. F-16നെ നമ്മൾ MiG-21 കൊണ്ട് അടിച്ചിട്ടു എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, നമ്മുടെ വൈമാനികരുടെ മികവ്. രണ്ട്, നമ്മുടെ ഇരിക്കുന്ന മിഗെ നമ്മൾ പണിതുകൊണ്ടിരിക്കുകയാണ്. അവൻ ഒരുപക്ഷെ ഈ F-16 ഒക്കെ മികച്ച ടെക്നോളജി നമ്മൾ തന്നെ ആർജിച്ച് പരീക്ഷിച്ച് കണ്ടെത്തിയ DRDO ഉണ്ടാക്കിയ പുതിയ എക്യുപ്മെന്റ്സ്, പുതിയ ആയുധങ്ങൾ, പുതിയ സംവിധാനങ്ങൾ ഒക്കെ നമ്മളിതിൽ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ മിഗിന് F-16 വരെ അടിച്ചിടാൻ പറ്റുന്നത്. അപ്പോൾ അതുപോലെ തന്നെ T-20യും T-72 നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഇന്നലെ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്നത് T-90 ടാങ്കുകളുടെ ഹോഴ്സ് പവർ 1000-ൽ നിന്ന് 1350 മാറ്റണം. എഞ്ചിൻ പവർ കൂട്ടാൻ പോവാം. അപ്പോൾ ഇപ്പോൾ ഉള്ള എഞ്ചിൻ മാറ്റിയിട്ട് നമ്മുടേതായ 1350 നമ്മുടേതാവണമെന്നില്ല, അത് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഈ ഡിഫൻസ് രഹസ്യങ്ങളാണല്ലോ. 1350 ഹോഴ്സ് പവറിലേക്ക് മാറ്റാൻ പോവുക, കുതിരശക്തിയിലേക്ക് മാറ്റുക. അതിനുള്ള എൻജിൻസ് വാങ്ങണം. അതുപോലെ 840 ഹോഴ്സ് പവറുള്ള T-72ൻ്റെ ഹോഴ്സ് പവർ, കുതിരശക്തി 1000 HP ആയിട്ട് മാറ്റണം. അപ്പോൾ വലിയ മാറ്റമാണ്. അതായത് 1000 ഉണ്ടായിരുന്ന 1300-ഉം 840 ഉണ്ടായിരുന്ന 1000 കുതിരശക്തിയുള്ള എഞ്ചിനുകളായിട്ട് മാറ്റാൻ പോകും. അപ്പോൾ ഇപ്പോൾ ഉള്ള എഞ്ചിൻ മാറ്റിയിട്ട് പുതിയ എഞ്ചിനുകൾ റഷ്യയിൽ നിന്നായിരിക്കാം, എവിടെ നിന്നാണെന്നുള്ളത് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല, അത് നമ്മൾ വാങ്ങാൻ പോകുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെയുള്ളത്, എയർഫോഴ്സിന് വേണ്ടി എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ, AFW&C, എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ. അതായത് നമ്മുടെ ഒരു വിമാനം പറന്നു പോവുക, വിമാനത്തിന് നേരെ അല്ലെങ്കിൽ നമ്മുടെ ഒരു വ്യോമ കേന്ദ്രത്തിന് നേരെ ഒരു രാജ്യം, തൊട്ടടുത്ത് പാകിസ്ഥാനോ അല്ലെങ്കിൽ രാജ്യത്ത് നിന്ന് ഒരു മിസൈൽ വിടുകയാണ്. മിസൈൽ അവിടെ നിന്ന് പുറപ്പെടുമ്പോഴേ നമുക്ക് എയർലി വാർണിംഗ് വളരെ മുമ്പേ വിവരം കിട്ടും.
ഒരു സാധനം അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഒന്ന് നമുക്ക് വഴിമാറിപ്പോവാം, അല്ലെങ്കിൽ വരുന്നവരെ കാത്തിരുന്ന് അവന് പണി കൊടുക്കാൻ വേണ്ടി നമുക്ക് വലയൊരുക്കി കാത്തിരിക്കാം, മിസൈൽ അയച്ച് അവനെ തകർക്കാം. അപ്പോൾ ഇതൊരു വലിയ സംവിധാനമാണ് നമ്മുടെ വിമാനങ്ങൾക്ക്. അത് ഏറ്റവും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒക്കെ ഈ സംവിധാനമുണ്ട്. അതായത് അവാക്സ് എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങൾ വെച്ചിട്ടാണ് അമേരിക്കയുടെ 120ഓളം വിമാനങ്ങൾ ഇറാനിലേക്ക് ഒക്ടോബർ 25 പറന്നുപോയി ഇറാനെ തവിടുപൊടിയായിട്ട് തിരിച്ചു വന്നത്. കാരണം അത് നമ്മളന്ന് പറഞ്ഞു, ഒരു അറ്റാക്ക് ചെയ്യാനൊരു വിമാനം പോവും, അതിൻ്റെ ഇടതും വലതും മുകളിലുമായിട്ട് കവർ ചെയ്ത് 4 വിമാനങ്ങളുണ്ടാവും. അപ്പം അറ്റാക്ക് ചെയ്യുന്ന വിമാനത്തിൽ സിനുവാണ് ഇരിക്കുന്നതെങ്കിൽ സിനു അറ്റാക്ക് ചെയ്യാനുള്ള ലക്ഷ്യം മാത്രമേ നോക്കുകയുള്ളൂ. സിനുവിന് നേരെ ഒരു മിസൈൽ വന്നാൽ സിനു ആ മിസൈൽ തകർക്കാൻ നോക്കില്ല, സിനു മുന്നോട്ട് തന്നെ പോകും. സിനുവിൻ്റെ ലക്ഷ്യം ഫോർദോ എന്ന് പറയുന്ന ഇറാനിലെ ആണവ കേന്ദ്രം അറ്റാക്ക് ചെയ്യുക എന്നതാണെങ്കിൽ സിനു ഫോർദോയിലേക്ക് മാത്രം നോക്കി ഫ്ലൈറ്റ് ഓടിക്കും. സിനുവിന് നേരെ ഒരു മിസൈൽ വന്നാൽ അതിനെ പ്രതിരോധിക്കേണ്ട സിനുവിന് ഉത്തരവാദിത്തമല്ല, സിനുവിനെ കവർ ചെയ്യുന്ന മറ്റു ഫൈറ്ററുകളുടെ ഉത്തരവാദിത്തമാണ്. അതുകൂടാതെ നമ്മൾ ഈ ഫൈറ്റർ പോകുമ്പോൾ നമ്മുടെ സിഗ്നൽസ് മറ്റുള്ളവർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ അത്തരമുള്ള ജാമറുകളുണ്ടാവും. അത് വേറെ ഫ്ലൈറ്റ് ആയിരിക്കും. അതുപോലെ ഈ അറ്റാക്ക് ചെയ്യാനുള്ള പിന്നെ നമ്മുടെ സിഗ്നൽസ് മറ്റുള്ളവർക്ക് കിട്ടാതിരിക്കാൻ മാത്രമല്ല, അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് മിസൈലുകളോ നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള ഫൈറ്റേഴ്സോ വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നേരത്തെ അറിയണം. അത് അറിഞ്ഞിട്ട് സിനുവിന് അത് ചെയ്യാൻ പറ്റില്ല. സിനുവിന് ചെയ്യാൻ പറ്റും, പക്ഷെ സിനു അത് ശ്രദ്ധിക്കാൻ പോയ സിനുവിൻ്റെ ലക്ഷ്യത്തിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ കവർ ചെയ്ത് വിമാനങ്ങളുടെ ഒരു സന്നാഹം, അങ്ങനെയാണ് 100ഓളം വിമാനങ്ങൾ പോയത്. 100ഓളം വിമാനം എന്ന് പറയുമ്പോൾ 25 അറ്റാക്ക് ചെയ്യാനുള്ളൂ, ബാക്കി 75 സപ്പോർട്ടാണ്. സപ്പോർട്ട്, പിന്നെ ഫ്യൂവൽ ടാങ്ക് 2000 കിലോമീറ്റർ അങ്ങോട്ടും 2000 കിലോമീറ്റർ ഇങ്ങോട്ടും പറക്കണം. ഇടയ്ക്ക് പോയി ഡീസൽ അടിക്കാൻ പമ്പിൽ ഇറക്കാനൊന്നും പറ്റൂല്ലോ. അപ്പോൾ ആകാശത്ത് വെച്ച് തന്നെ ഏവിയേഷൻ ഫ്യൂവൽ കൊടുക്കാനുള്ള ഫ്യൂവൽ ടാങ്കറുകൾ ആകാശത്ത് വെച്ച് തന്നെ ഫില്ല് ചെയ്യുന്നു. അതൊക്കെ നമ്മൾ സിനിമ കണ്ടിട്ടുണ്ട്. ആകാശത്ത് അതൊക്കെ വലിയ ടാസ്ക്കാണ്. അത് ഒരു വലിയ ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന, അഡ്വാൻസ് ടെക്നോളജി കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ് ആകാശത്ത് വെച്ച് ഫ്യൂവൽ നിറയ്ക്കലൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന സന്നാഹമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്കെതിരെയുള്ള ആക്രമണങ്ങളെ നേരത്തെ അറിയാൻ കഴിയണം, നമുക്ക് അങ്ങോട്ട് ആക്രമിക്കാനും കഴിയണം. ഇത്തരം സംവിധാനങ്ങളൊക്കെ വേണം. അതിനു വേണ്ടിയിട്ടാണ് ഈ എയർബോൺ എയർലി വാർണിംഗ് കൺട്രോൾ. ഇതുകൂടെ നമ്മൾ 12 യൂണിറ്റ് ഇത് വാങ്ങുന്നുള്ളൂ. 12 യൂണിറ്റ് അത് വാങ്ങുന്നു. മറ്റത് T-72 T-90ക്ക് വേണ്ടിയിട്ടുള്ള എഞ്ചിനുകൾ വാങ്ങുന്നു. അപ്പോൾ ഇത് 12 എണ്ണം, മറ്റത് എത്രയെന്ന് അറിയത്തില്ല. അതിനുകൂടിയാണ് 54,000 കോടി രൂപ. അപ്പോൾ ഇതൊരു വലിയ തുകയാണ്. 12 എണ്ണം ഉള്ളൂ നമ്മൾ എയർബോൺ എയർലി വാർണിംഗ് വാങ്ങുന്നുള്ളൂ. ബാക്കിയുള്ളത് എഞ്ചിനുകളാണ്. അപ്പോൾ ടാങ്കുകളുടെ എഞ്ചിൻ നമ്മൾ എത്ര എണ്ണം വാങ്ങുന്നുണ്ടാവും? അപ്പോൾ വലിയ തോതിൽ നമ്മൾ വാങ്ങുന്നുണ്ട്. ഇപ്പോൾ എന്തിനാണ് ചോദ്യം ഇതിനകത്ത് ഉയരുന്നത്? എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ കൂടിയിട്ട് 54,000 കോടി മുടക്കി നമ്മുടെ ടാങ്കുകളുടെ എൻജിൻ പവർ കൂട്ടുന്നു? എൻജിൻ പവർ കൂട്ടുക എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായും പറയുന്നത് ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക്, ഉയർന്ന പ്രതലങ്ങളിലേക്ക് ഈ ടാങ്കുകൾക്ക് കയറിപ്പോകാനുള്ള ശക്തി കൂട്ടണം. മലനിരകളിലേക്ക് കയറണം. വലിയ മലനിരകൾ, ഹിമാലയം മലനിരകളൊക്കെ കയറണമെങ്കിൽ ഈ എൻജിൻ പവർ പോരാ. അപ്പം എൻജിൻ പവർ സമതലത്തിലോടാൻ ഇത് മതി. അപ്പോൾ നമ്മൾ 1300 1000 HP നമ്മുടെ ടാങ്കുകളുടെ എൻജിൻ പവർ കൂട്ടാൻ ഉദ്ദേശിച്ചാൽ നമ്മൾ മലനിരകളിലേക്ക് നമ്മുടെ ടാങ്കുകളെ അയക്കാൻ ഉദ്ദേശിക്കുന്നു എന്നാണ്, അല്ലേ? അതെ. ഏത് മലനിരകളിലേക്കായിരിക്കും? സ്വാഭാവികമായിട്ടും ചൈനീസ് മലനിരകളിലേക്കാണ്. അതാണ് ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത്. ചൈനയ്ക്കെതിരെ ഒരു വലിയ പ്രതിരോധ നിര ഉണ്ടാക്കാൻ നമ്മൾ തീരുമാനിക്കുന്നു. പെട്ടെന്ന് തീരുമാനിക്കുകയാണ്. അതിനുവേണ്ടി പെട്ടെന്ന് കൂടിയിട്ട് 54,000 കോടി രൂപ അങ്ങോട്ട് സാങ്ഷൻ ചെയ്തു. എഞ്ചിൻ മേടിക്കുന്നു, എഞ്ചിൻ അഴിച്ചു മാറ്റുന്നു. സമതലത്തിൽ ഓടണ്ട, ഇനി നമ്മുടെ കുറേ പാറ്റൻ ടാങ്കുകൾ എങ്ങോട്ട് പോട്ടെ? T-20യും T-90യും T-72യും ഉയർന്ന മലനിരകളിലേക്ക് പോകണം. അതിനു വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ മുടക്കി, 10,000 കോടി രൂപ മുടക്കി നമ്മൾ ഓൾട്ടർ ചെയ്യാൻ പാറ്റൻ ടാങ്കുകളുടെ എഞ്ചിൻ ശേഷി കൂട്ടാൻ തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ ഒരു 12 എയർബോൺ എയർലി വാർണിംഗ് സിസ്റ്റവും വാങ്ങാൻ തീരുമാനിച്ചു. എന്തോ ഒരു സംഭവം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എവിടേക്കോ എന്തോ സംഭവിക്കുന്നുണ്ട്. നമുക്ക് മലനിരകളിൽ നമുക്ക് കൂടുതൽ പാറ്റൻ ടാങ്കുകളെ എത്തിക്കാൻ നമ്മൾ തീരുമാനിച്ചു. നിലവിലൊരു ഭീഷണി കേൾക്കാൻ, അതായത് അതെ, നിലവിൽ ഭീഷണിയൊന്നുമില്ല. ചൈനയൊക്കെ ആയിട്ട് നമ്മൾ ഇപ്പോൾ ബായ് ഒക്കെയാണ് ചൈന പറയുന്നത്, നമുക്ക് സംസാരിക്കാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടായിരിക്കണം ചൈന സംസാരിക്കാം എന്ന് പറയുമ്പോൾ നമ്മൾ എന്നാൽ പിന്നെ ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ പണി നിർത്തിയാൽ അവൻ കയറി മെയ്യുന്നറിയാം. അതുകൊണ്ട് നമ്മൾ ചൈനീസ് അതിർത്തിയിലെ ടിബറ്റിലെ വലിയ മലനിരകളിലേക്ക് നമ്മുടെ T-72 T-90 ടാങ്കുകളെ അയക്കാൻ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നാണ് ഈ അക്വിസിഷൻ്റെ റിസൾട്ട് പറയുന്നത്. അതല്ലാതെ എൻജിൻ പവർ കൂട്ടേണ്ട ഒരു കാര്യമില്ല. കാരണം സമതലത്തിൽ ഓടുന്ന ടാങ്കുകൾക്ക് എന്തിനാണ് അല്ലെങ്കിൽ ഇത്രയും എൻജിൻ പവർ കൂട്ടി
എഞ്ചിൻ മാറ്റി വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഹിമാലയത്തിൻ്റെ അതിർത്തിയിലേക്ക് ഇപ്പോൾ നമ്മുടെ ടാങ്കുകളുണ്ട്, ചെറിയ ടാങ്കുകളാണ് മലമുകളിലുണ്ട്, നമ്മളവിടെ കൊണ്ട് എയർ ലിഫ്റ്റ് ചെയ്ത് C-17 കൊണ്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് പോരാ, ആ കുഞ്ഞൻ ടാങ്കുകളൊക്കെ ചിലപ്പോൾ ഒരു വലിയ പ്രഹരം കിട്ടിയാൽ പോകും. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും കരുത്തുറ്റ സാധനം തന്നെ അങ്ങോട്ട് പോകട്ടെ എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ചൈനയെ മുട്ടാൻ, ചൈന ഇങ്ങോട്ട് വന്നാൽ നമുക്കൊന്ന് മുട്ടി നീക്കാൻ നമ്മൾ കൂടുതൽ ശേഷി ഉറപ്പിക്കുകയാണ്. ഹിമാലയത്തിലേക്ക് ചൈന വന്നാൽ അവിടെ ചൈനയെ നേരിടാൻ ഇനി മുതൽ T-72 T-90 ഉണ്ടാകുമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. വലിയ അത്ഭുതകരമായ തീരുമാനമാണ്. കാരണം മോദിയുടെ കാലത്താണ് ചൈനീസ് അതിർത്തിയിൽ റോഡുകൾ പോലും ഉണ്ടാകുന്നത്. ആന്റണി പ്രതിരോധ മന്ത്രി ആയിരിക്കുമ്പോൾ റോഡൊന്നും ഉണ്ടാക്കിയില്ല. കാരണം അപ്പോൾ പറഞ്ഞ മാർഗം എന്താ അറിയോ, ഒന്ന് ചൈന പിണങ്ങും, അരുണാചലിലൊക്കെ റോഡുണ്ടാക്കിയ ചൈനയ്ക്ക് പിണങ്ങും, ചൈനയ്ക്ക് അരുണാചൽ വേണമെന്നാണല്ലോ പറയുന്നത്, ചൈന പിണങ്ങും. പിന്നെ രണ്ടാമത് നമ്മൾ നല്ല ഹൈവേ ഉണ്ടാക്കി അതേക്കൂടെ ചൈന കയറി ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞിട്ടിരുന്നത്. നമുക്ക് വേണ്ടിയല്ല, അവർക്ക് വേണ്ടി. ഇപ്പം നമ്മളിപ്പോൾ മോദി വന്നപ്പോൾ ഒന്നാന്തര ഹൈവേകൾ അവിടെ ഉണ്ടാക്കി. അവ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഈ ചൈന പക്ഷപാതികളായ പരിസ്ഥിതിക്കാരുണ്ടല്ലോ പോയി കേസ് കൊടുത്തു. പ്രകൃതി നശിക്കുന്നു, ഹൈവേ ഒഴുക്കിയ മലയിടിയും, മലയിടിച്ചിലുണ്ടാവും, മഴ പെയ്യത്തില്ല, ഓസോൺ പാളിക്ക് തുള വീഴും എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി, മരം വെട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുത്തു. സുപ്രീം കോടതിയിൽ കേസ് കൊടുത്ത് അതവിടെ സ്റ്റേ ചെയ്തപ്പോൾ മോദി എന്താ ചെയ്തറിയോ, മോദിയും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും കൂടെ പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് വന്നു. ആ മീറ്റിങ്ങിൽ മോദി പ്രസംഗിച്ചു, നമ്മൾ ഇന്ത്യയുടെ അതിർത്തി കാക്കാൻ വേണ്ടി ഇന്ത്യക്ക് വർഷങ്ങളായിട്ട് ചൈനീസ് അതിർത്തിയിൽ റോഡുകൾ ഉണ്ടായിരുന്നില്ല, നമ്മൾ ഒന്നാന്തരം റോഡുകൾ ഉണ്ടാക്കുന്നു. ആ റോഡുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും മരം പോകുന്നു, സിംഹവാലം കുരങ്ങൻ്റെ വാല് മുറിഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ കേസ് കൊടുക്കുന്നു. ഇതൊക്കെ നമ്മുടെ കോടതി ഇതൊക്കെ സ്റ്റേ ചെയ്യുന്നു. അവസാനം ചൈനയെ നമ്മുടെ ശത്രു രാജ്യത്തെ പ്രതിരോധിക്കാനുള്ള നടപടികൾക്ക് കേസ് കൊടുത്ത് സ്റ്റേ വാങ്ങാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം മാറിയിരിക്കുന്നു എന്ന് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ ഇരുത്തിക്കൊണ്ട് മോദി പ്രസംഗിച്ചു. ഫലമുണ്ടായി. പിറ്റേ ദിവസം ആ സ്റ്റേ സുപ്രീം കോടതി വെക്കേറ്റ് ചെയ്തു. ഇപ്പോൾ ഒന്നാന്തരം റോഡുകൾ ചൈനയുടെ അതിർത്തിയിൽ നമ്മൾ ഉണ്ടാക്കി തീർന്നു എന്ന് മാത്രമല്ല, ചൈനയുടെ അതിർത്തിയിലെ ഈ റോഡിൽ കൊണ്ടുപോയി നമ്മൾ യുദ്ധവിമാനം ഇറക്കി. ആലോചിച്ച് നോക്കൂ, 11 വർഷം മോദി ഭരിച്ചിട്ടുള്ളൂ. 11 വർഷം കൊണ്ട് ചൈനയുടെ അതിർത്തിയിൽ, പാകിസ്ഥാൻ അതിർത്തിയിൽ, കച്ച് മേഖലയിൽ, ഗുജറാത്തിലൊക്കെ ഉണ്ടാക്കിയ ഹൈവേയിൽ നമ്മൾ യുദ്ധവിമാനം ഇറക്കി. യുദ്ധവിമാനം മാത്രമല്ല, പാസഞ്ചർ പ്ലെയിൻ ഇറക്കി. അതായത് നാഷണൽ ഹൈവേയിൽ വിമാനം ഇറക്കി നമ്മൾ കാണിച്ചു കൊടുത്തു. അതായത് യുദ്ധം വന്നാൽ ഞങ്ങൾക്ക് എയറോഡ്രോം ഒന്നും വേണമെന്നില്ല, ഞങ്ങളുടെ ഹൈവേയിൽ ഞങ്ങൾ പ്ലെയിൻ ഇറക്കി നിന്നെ തട്ടുവിടാൻ നമ്മൾ കാണിച്ചു കൊടുത്തു. അപ്പോൾ എത്ര ക്വാളിറ്റിയിലാണ്, എത്ര ദീർഘവീക്ഷണത്തോടെയാണ് നമ്മൾ റോഡുകൾ നിർമ്മിക്കുന്നത്, അല്ലേ? പറച്ചിലിനപ്പുറത്തേക്ക് പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുക. ഇന്ത്യൻ അതിർത്തിയിലെ റോഡുകൾ മുഴുവൻ വിമാനത്താവളത്തിന് തുല്യമായ റൺവേ പോലെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി ഒരു യുദ്ധം ഉണ്ടായാൽ പാകിസ്ഥാനാണെങ്കിലും ചൈനയാണെങ്കിലും വിവരം അറിയിക്കുമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ്. ഞാനിപ്പോൾ കുറേ ആയിട്ട് ആർമി ഇങ്ങനെ സൈന്യത്തിന് വേണ്ടി ഒരുപാട് അക്വിസിഷൻസ് നടത്തുന്നുണ്ട്. പല ദിവസങ്ങളിലും വാർത്ത വരുന്നുണ്ട്. ഇത് 54,000 കോടി ആദ്യമായിട്ടൊന്നുമില്ല. ആയിരക്കണക്കിന് കോടിയുടെ ആയുധങ്ങൾ കഴിഞ്ഞ ഒരു 6 മാസത്തിനുള്ളിൽ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് മാത്രം ഞാൻ ചർച്ച ചെയ്യാൻ വേണ്ടി എടുക്കാൻ കാരണം, ഇത് നോക്കിയപ്പോൾ എന്തിനാണ് ടാങ്കിൻ്റെ എഞ്ചിൻ്റെ പവർ കൂട്ടുന്നത്? ടാങ്ക് സമതലത്തിൽ കൂടി ഓടുന്നതാണല്ലോ, ഈ ഫോഴ്സൊക്കെ മതി. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇത്രയും പവർ കൂട്ടുന്നത് മല കയറാനാണ്. മല കയറി പോകണമെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു പണിയുണ്ടല്ലോ എന്ന് കണ്ടതുകൊണ്ടാണ് നമ്മളിത് സംസാരിക്കാൻ പറ്റത്. ഏതായാലും ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എയർഫോഴ്സ് അതിൻ്റെ കരുത്തും കുന്തമുനയും കൂർപ്പിക്കുകയാണ്. മാത്രമല്ല, നമ്മൾ ഇപ്പോഴും ആലോചിക്കേണ്ട കാര്യമുണ്ട്. നരേന്ദ്രമോദി 2014 ഇന്ത്യൻ പ്രധാനമന്ത്രി ആവേണ്ടി വന്നു. ഇന്ത്യൻ പട്ടാളക്കാർക്ക്, കമാൻഡോകൾക്കല്ല, സാധാരണ ജവാന്മാർക്ക് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് കിട്ടാൻ ആദ്യം 5 ലക്ഷം പേർക്കാണ് മേടിച്ചു കൊടുത്തത്. ഇപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിർത്തി പോയാൽ ആദ്യം വെടികൊള്ളുന്നത് പട്ടാളക്കാരനാണ്. അവർ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് മേടിച്ചു കൊടുക്കാൻ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടാവേണ്ടി വന്നു. അതാണ് നമ്മൾ പട്ടാളത്തോട്, സൈന്യത്തോട്, നമ്മുടെ ജവാന്മാരോട്, നമ്മുടെ ഭടന്മാരോട്, നമ്മുടെ രാജ്യത്തിൻ്റെ കാവൽ ഭടന്മാരോട് നമ്മളിവിടെ ഇരുന്ന് ഈ വർത്തമാനം പറയുന്നത് അതിർത്തിയിൽ അവർ മഞ്ഞും വെയിലും കൊണ്ട് കാവൽ നിൽക്കുന്നതുകൊണ്ടാണ്. അവരുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി, അവരെ കൂടുതൽ കരുത്തുള്ളവരാക്കാൻ വേണ്ടി നരേന്ദ്രമോദി സർക്കാർ എടുക്കുന്ന തീരുമാനത്തിൻ്റെ ഏറ്റവും ബുദ്ധിപരമായ ഒരു അക്വിസിഷനാണ് ഇന്നലെ സാങ്ഷൻ ചെയ്ത 54,000 കോടി എന്ന് പറഞ്ഞ് നമുക്ക് ഈ വർത്തമാനം അവസാനിപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.